ഒരു ദിവസം വൈകിട്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന് വെറുതെ പുറത്തേക്ക് നോക്കി ആകാശത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ എടുത്തതാണ് ഈ വീഡിയോ. പിന്നെ അതൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. വെൽക്കം ടു എ ന്യൂ വീഡിയോ. വെൽക്കം ടു മൈ ചാനൽ. ഇത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ഞങ്ങൾ വൈകിട്ട് അനൂപ് ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനൂപ് പറഞ്ഞു, നമ്മുടെ കാർ പോർച്ച്, ഞങ്ങളുടെ വീട് വെച്ചിട്ട് 2-2.5 വർഷമായെങ്കിലും കാർ പോർച്ചിൻ്റെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നോർമൽ മണ്ണ് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ അനൂപ് പറഞ്ഞു നമുക്ക് അവിടെ ഇൻ്റർലോക്ക് ഇടാം എന്ന് പറഞ്ഞ് ഒരു പുള്ളിയുണ്ട്, പുള്ളിയുടെ വർക്ക് കാണാൻ പോകാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളൊരു 7 o'clock ഇറങ്ങി. പക്ഷേ ആ പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞു, ഏതോ ഒരു സ്ഥലം പറഞ്ഞു, ആ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി. പക്ഷേ ആ പുള്ളി എന്തോ ഉത്സവത്തിന് നിൽക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് കാണണ്ട, വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. നേരെ പോയത്. അനൂപ് പറഞ്ഞു എന്തായാലും ഡ്രസ്സ് ചെയ്ത് നമ്മൾ ഇറങ്ങിയതല്ലേ, നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു മൂവിക്കൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മൂവിക്ക് ആ സമയം ബുക്ക് ചെയ്തില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് നേരത്തെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനും എൻ്റെയും അനൂപിൻ്റെയും ടിക്കറ്റ് മാത്രമേ ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഷോ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ച് ഒരു 8:30 ആയപ്പോഴാണ് ഞങ്ങൾ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് ഇവിടേക്കാണ്, വിസ്മയ റെസ്റ്റോറൻറ്റിലേക്കാണ്, കാട്ടാക്കടയിലാണ്. അപ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്കാർ ആ റെസ്റ്റോറൻറ്റിൽ ഒന്ന് പോയി കഴിക്കാൻ, മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ് വിസ്മയ റെസ്റ്റോറൻറ്റ്. നല്ല ഫുഡാണ് അവിടുത്തെ. അപ്പം ഞങ്ങൾ വീട് വയ്ക്കുന്ന സമയം തന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ അമ്പലമുക്കിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെയും പോകാൻ പ്രയാസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഗൂഗിളിൽ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ കാട്ടാക്കട വിസ്മയ റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ പോയി തുടങ്ങിയതാണ് ഞങ്ങൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യാറുണ്ട്. അവിടുത്തെ കാഴ്ചകളാണിതൊക്കെ. അവിടെ എമു ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാരക്കീറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ, വിസ്മയ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ വിസ്മയ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു വർഷം ആയി, 1.5 വർഷം ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സിനിമയ്ക്ക് ബുക്ക് ചെയ്തു. ഫുഡ് കഴിച്ച ഉടനെ തന്നെ ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തു. ആളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാളിദാസിലേക്കാണ് പോയത്. അതും കാട്ടാക്കട തന്നെയാണ്. ഞങ്ങൾ പോയ മൂവി വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ മൂവിയാണ്. നല്ല മൂവിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. നല്ല മൂവിയാണ്. ജിത്തു ജോസഫിൻ്റെ മൂവിയാണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അത്. ഇത് പിറ്റേ ദിവസമാണ്. ഞങ്ങളുടെ AKG നഗറിലെ വീട്ടിൽ ചെറിയൊരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ അനൂപിന് രാവിലെ 7-7:30 ആകുമ്പോഴേ അവിടെ എത്തണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 6:30 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നെ അമ്പലമുക്കിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് അനൂപ് AKGയിലേക്ക് പോയത്. രാവിലത്തെ സൂര്യനെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാൻ കുറേ ട്രൈ ചെയ്തു ഒരു ഫുൾ പിക്ചർ എടുക്കാൻ, പക്ഷേ ഇത്രേ കിട്ടിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അനൂപ് AKGയിലൊക്കെ പോയി കഴിഞ്ഞു. വൈകിട്ടായപ്പോൾ അനൂപ് ഒരു 4:30 ഒക്കെ ആയപ്പോൾ തിരിച്ചു വന്നു. വൈകിട്ടായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് തട്ടുകട ഫുഡ് അടിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇടയ്ക്ക് ഒരു റോള്, ഞാനും അനൂപും കൂടെ ഒരു റോള് മേടിച്ച് കഴിച്ചിരുന്നു. അപ്പോഴേ അവിടുത്തെ ആ പയ്യൻ പറഞ്ഞിരുന്നു അവർക്ക് അപ്പം ഒക്കെ സെല്ല് ചെയ്യുന്ന ഒരു കടയുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ കവടിയാറിലുള്ള തട്ടുകട, ഒരു ചെയിൻ ഓഫ് തട്ടുകടാസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്കാണ് പോയത്. ഞാനും അമ്മയും അപ്പമാണ് എടുത്തത്. അമ്മ അപ്പം ചിക്കൻ കറി എടുത്തു, ഞാൻ അപ്പവും സ്റ്റൂവും എടുത്തു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രത്തുള്ള ഈ കവടിയാർ ഈ ഒരു സ്ട്രെച്ചിൽ അപ്പം കട എന്നാണ് അവരുടെ അതിൻ്റെ പേര്, തട്ടുകടയുടെ പേര്. അവിടെ ഒന്ന് പോയി കഴിക്കണം. നല്ല ഫുഡാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ ശാസ്തമംഗലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളായി വീച്ചാടിനും ജയമൊക്കെ കണ്ടിട്ട്. ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പ് പോയി വന്നതിന് ശേഷം അവരെ കണ്ടിട്ടില്ലായിരുന്നു.
അപ്പോൾ അവരെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അനൂപും ഞാനും അമ്മയും കൂടെ നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. ശാസ്തമംഗലത്താണ് അവരുടെ വീട്. കുറേ നേരം ജയയുടെയും വീച്ചേട്ടൻ്റെ അടുത്തിരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. രാത്രി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇത് പിറ്റേ ദിവസമാണ്. രാവിലെ ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ചാന്താട്ടം നടത്തുന്ന ഒരു ക്ഷേത്രമാണിത്. ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. തച്ചമൺ എന്നാണ് അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ രാവിലെ അങ്ങോട്ടേക്ക് പോയി. ഇന്ന് ചാന്താട്ടം നടത്തുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ അങ്ങോട്ടേക്ക് പോയി. അമ്പലത്തിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് കുറച്ച് നേരം അനൂപിൻ്റെ വീട്ടിൽ പോയി അനൂപിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയൊക്കെ ആയിരുന്നു. വൈകിട്ടായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, ഒരു മൂവിക്ക് പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അന്ന് തന്നെ ഞങ്ങൾക്ക് വെള്ളനാട്ടേക്ക് തിരിച്ചു പോകണമായിരുന്നു. അമ്മയും കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ മോൾ ഓഫ് ട്രാവൻകൂറിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ വേറെ മൂവിയൊന്നും കണ്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ കണ്ട മൂവീസായിരുന്നു. കാണാത്തത് ബോർഡർ 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു മൂവിക്ക് പോയിരുന്നു. മറ്റേ ഫസ്റ്റ് ബോർഡർ ഇറങ്ങിയ അത്രയും ഒരു എഫക്റ്റ് ഇല്ല, എന്നാലും ഇറ്റ് ഈസ് എ ഗുഡ് മൂവി, വാച്ചബിൾ മൂവി. അങ്ങനെ മോൾ ഓഫ് ട്രാവൻകൂർ പോയി മൂവിയൊക്കെ കണ്ട് തിരിച്ച് വന്ന് അമ്മയും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ച് വെള്ളനാട്ടേക്ക് എത്തി. വരുന്ന വഴിക്ക് വെള്ളനാട് എത്തുന്നതിന് മുന്നായിട്ട് കുളക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. അപ്പോൾ അന്ന് തൈപ്പൂയമായിരുന്നു. അപ്പോൾ അന്ന് അവിടുത്തെ ഇതൊക്കെ കണ്ടിട്ടാണ്, പ്രൊസഷനുമൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. ഞങ്ങൾ വെള്ളനാട് എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10:30 മണിയായി. ഞങ്ങൾ അതിനിടയിൽ ട്രാഫിക്കിൽ പെട്ടുപോയി. അനൂപിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തുന്ന ആ സമയത്ത് ട്രാഫിക്കിൽ കുറച്ചൊന്ന് പെട്ടുപോയി. അവിടെയും ഈ തൈപ്പൂയത്തിൻ്റെ ആ ഒരു ഇത് നടക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഈ ആഴ്ചത്തെ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അഡിയോസ്. വിത്ത് ലവ്, അർച്ചന.